4 ഇയർ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള മൈനർ കോഴ്സിൽ വരുന്ന കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്ന പേപ്പറിൽ 2025 ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2025 14ാമത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് വിത്ത് ദി ഫോളോയിങ് ഇൻഫർമേഷൻ എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ക്യാപിറ്റൽ ₹8 lakh, ക്യാഷ് ₹7,20,000, ക്രെഡിറ്റേഴ്സ് 4 lakh, സെയിൽസ് 12 lakh, സ്റ്റോക്ക് 2,80,000, ഡെപ്റ്റേഴ്സ് 12 lakh, ദെൻ ബിൽസ് പേബിൾ 6 lakh, പർച്ചേസസ് 8 lakh. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, എല്ലാ അസറ്റുകളെയും ഡെബിറ്റ് സൈഡിൽ കാണിക്കണം, എല്ലാ ലാബിലിറ്റിയും ക്യാപിറ്റലും ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഇനി എല്ലാ എക്സ്പെൻസുകളെയും ഡെബിറ്റ് സൈഡിൽ കാണിക്കണം, എല്ലാ ഇൻകംസിനെയും ഇവിടെ കാണിക്കണം, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത് നോക്കാം. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പെർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ക്യാപിറ്റൽ എമൗണ്ട് എവിടെയാണ് വരുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് ക്യാപിറ്റൽ എമൗണ്ട് വരുന്നത്. ക്യാഷ് എമൗണ്ട് എവിടെയാണ് വരുന്നത്? ഡെബിറ്റ് സൈഡിലാണ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ആണ്, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരും. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ലാബിലിറ്റി ആണ്, ക്രെഡിറ്റ് സൈഡിൽ വരും. നെക്സ്റ്റ് സെയിൽസ് എന്ന് പറയുന്ന ഇൻകം ആണ്, ക്രെഡിറ്റ് സൈഡിൽ വരും. സ്റ്റോക്ക് അസറ്റ് ആണ്, ഡെബിറ്റ് സൈഡിൽ വരും. ഡെപ്റ്റേഴ്സ് അസറ്റ് ആണ്, ഡെബിറ്റ് സൈഡിൽ വരും. ബിൽസ് പേബിൾ ലാബിലിറ്റി ആണ്, ക്രെഡിറ്റ് സൈഡിൽ വരും. പർച്ചേസ് എക്സ്പെൻസ് ആണ്, എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. ഇനി ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 lakh എന്ന് കിട്ടും രണ്ട് സൈഡും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അറിയേണ്ടത് എന്താണ്? എല്ലാ അസറ്റുകളെയും ഡെബിറ്റ് സൈഡിൽ എടുത്ത് എഴുതണം, എല്ലാ ലാബിലിറ്റിയും ക്യാപിറ്റലും ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കണം. ഇനി എല്ലാ എക്സ്പെൻസുകളെയും ഡെബിറ്റ് സൈഡിൽ കാണിക്കണം, എല്ലാ ഇൻകംസിനെയും ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ മെഷീൻ വാസ് പർച്ചേസ്ഡ് ഓൺ January 1st, 2024 ₹1 lakh and its useful life is 10 years. After completing its useful life, the machine will be scrapped and ₹4,000 will be realized from it. Okay, it is decided to charge depreciation on this machine at 10% per annum on the diminishing balance method. Calculate the amount of depreciation for each year during the useful life of this machine. ഇപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2 മെത്തേഡുകളാണ് പഠിക്കുന്നത്. അതായത് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡിനെ ബേസ് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ ഡിമിനിഷിങ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും. ഓക്കെ, അപ്പോൾ ഇതിൽ ചോദിച്ചത് എന്താണ്? റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് അല്ലെങ്കിൽ ഡിമിനിഷിങ് വാല്യൂ മെത്തേഡാണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ടോട്ടൽ കോസ്റ്റ് വരുന്നത് എത്രയാണ്? മെഷീൻ കോസ്റ്റ് വരുന്നത് 1 lakh ആണ് മെഷീൻ കോസ്റ്റ് വരുന്നത്. അപ്പോൾ 10% ആണ് ഡിപ്രിസിയേഷൻ റേറ്റ് വരുന്നത്. ഇതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 10 years ആണ്. അപ്പോൾ 10 years വരെയുള്ള ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇയർ, കോസ്റ്റ്, ഡിപ്രിസിയേഷൻ എന്ന് 3 കോളംസ് ആയിട്ട് കൊടുക്കുന്നു. ഒന്നാമത്തെ വർഷം ഡിപ്രിസിയേഷൻ എങ്ങനെ വരും? 1 lakhന്റെ 10% എത്ര വരും? 10,000 വരും. രണ്ടാമത്തെ വർഷം ആവുമ്പോൾ ഈ 10,000 1 lakh എന്ന് മൈനസ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് 90,000 എന്ന് കിട്ടും. അതായിരിക്കും സെക്കൻഡ് ഇയറിൽ മെഷീൻ കോസ്റ്റ്. അതിൻ്റെ 10% ആണ് രണ്ടാമത്തെ വർഷം ഡിപ്രിസിയേഷൻ വരുന്നത്. അതിൻ്റെ 10%, 90,000 10% എന്ന് പറയുമ്പോൾ എത്ര വരും? 9,000 എന്ന് കിട്ടും. ഇനി അടുത്ത വർഷം, മൂന്നാമത്തെ വർഷം എന്ത് ചെയ്യുന്നു? ഈ 90,000 നിന്നും 9,000 കുറച്ചിട്ട് കിട്ടുന്ന വാല്യൂ 81,000 ആയിരിക്കും വാല്യൂ. അപ്പോൾ അതിൻ്റെ ഡിപ്രിസിയേഷൻ 10% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 8,100 എന്ന് കിട്ടും. അതിന് 81,000 നിന്നും 8,100 മൈനസ് ചെയ്യണം, അപ്പോൾ നമുക്ക് 72,900 കിട്ടും. അതിൻ്റെ 10% 7,290 കിട്ടും. ഇതേപോലെ നമ്മൾ 10 വർഷം വരെ ഓരോ വർഷവും കിട്ടുന്ന ഡിപ്രിസിയേഷൻ കുറച്ച് കിട്ടുന്ന വാല്യൂവിൽ നിന്ന് ഡിപ്രിസിയേഷൻ കണ്ടുകൊണ്ട് ചെയ്യുന്ന മെത്തേഡാണ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ എല്ലാ എമൗണ്ടും എല്ലാ വർഷത്തെയും ഡിപ്രിസിയേഷൻ എമൗണ്ട് ഇതേപോലെ കണ്ടെത്തി നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദി പ്രൊവിഷൻ എമൗണ്ട് ടു ബി ട്രാൻസ്ഫേർഡ് ടു പ്രോവിഡൻസ് അക്കൗണ്ട് ആൻഡ് നെറ്റ് ഡെപ്റ്റർ ബാലൻസ് ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് എന്നുള്ളതാണ് ചോദിച്ചത്. ഡെപ്റ്റേഴ്സ് 80,000, ദെൻ ബാഡ് അപ് ടു 2,000, പ്രൊവിഷൻ ഫോർ ബാഡ് അപ് ടു 5,000, അഡ്ജസ്റ്റ്മെൻറ്റിൽ ഫർദർ ബാഡ് അപ് ടു 500, ദെൻ പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് 3% എന്നിങ്ങനെയാണ് തന്നത്. ഇതേ സെയിം മോഡൽ ക്വസ്റ്റ്യൻ 2024 ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രോവിഡൻസ് അക്കൗണ്ട് അതേപോലെ ബാലൻസ് ഷീറ്റിലും എങ്ങനെയാണ് ഈ ഒരു പ്രൊവിഷൻ കാണിക്കുന്നത് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് തന്നത് 80,000 ആണ്. അതിൽ നിന്ന് ഫർദർ ബാഡ് ഡെപ്റ്റ് മൈനസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് 79,500 എന്ന് കിട്ടും നിലവിൽ ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ.
ഈ 79,500-ന്റെ 3% ആണ് ന്യൂ പ്രൊവിഷനായിട്ട് നമ്മൾ കാണുന്നത്. പുതിയ പ്രൊവിഷൻ 3% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3% കാണുന്നു. അപ്പോൾ നമുക്ക് 2,385 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് ബാഡ് ഡെപ്റ്റിന് നമ്മൾ എടുത്തിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന ബാഡ് ഡെപ്റ്റ് 2,000 ആണ്. അതിൻ്റെ കൂടെ ഫർദർ ബാഡ് ഡെപ്റ്റ് 500 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 2,500 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് നമ്മൾ ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യുക. ന്യൂ പ്രൊവിഷൻ നമ്മളിപ്പോൾ കണ്ടെത്തിയ ന്യൂ പ്രൊവിഷൻ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. 2,385. അപ്പോൾ 4,885 എന്ന് കിട്ടും. ഇതിൽ നിന്നും ഓൾഡ് പ്രൊവിഷൻ എന്ത് ചെയ്യുക, നമ്മുടെ ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള ഓൾഡ് പ്രൊവിഷൻ മൈനസ് ചെയ്യുക. 5,000 ആണ്. ഇപ്പോൾ ശരിക്കും വരുന്നത് എന്താണ്, ഇവിടെ മൈനസ് ആണ് വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ മൈനസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മളിത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്ന മെത്തേഡ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ബാഡ് ഡെപ്റ്റ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു, ഫർദർ ബാഡ് ഡെപ്റ്റ് കാണിക്കുന്നു. അപ്പോൾ നമുക്ക് 2,500 എന്ന് കിട്ടും. ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റും ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഇനി ഓൾഡ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഓക്കെ, ഇതേ രീതിയിലും ചെയ്യാം. ഇവിടെ മൈനസ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഓൾഡ് പ്രൊവിഷൻ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ തന്നെ മൈനസ് ചെയ്ത് നമ്മൾ കാണിച്ചാൽ മതി. ഇനി ബാലൻസ് ഷീറ്റിൽ ഇത് കാണിക്കുന്നത് എങ്ങനെയാണ്, ഡെപ്റ്റേഴ്സിൽ നിന്നും ഫർദർ ബാഡ് ഡെപ്റ്റ് 500 മൈനസ് ചെയ്യുന്നു. അതേപോലെ ന്യൂ പ്രൊവിഷൻ 2,375 മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 77,115 എന്ന് എമൗണ്ട് കിട്ടും. ഇതാണ് ഔട്ടർ കോളത്തിൽ എമൗണ്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഒരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും അതേപോലെ സൺഡ്രി ഡെപ്റ്റേഴ്സിന് ബാലൻസ് ഷീറ്റിൽ നിന്നും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന മെത്തേഡ് വരുന്നത്. ഓക്കെ, ഇനി 17 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം തന്നെയാണ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെയിൽസ് ആണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് 4 lakh ആണ് സെയിൽസ് വരുന്നത്. പിന്നെ ആവറേജ് ഇൻവെൻട്രി എന്ന് പറയുന്നത് ആവറേജ് സ്റ്റോക്ക് ആണ്. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി മറ്റൊന്ന് പറഞ്ഞത് എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 10% ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ട ഒരു ഐറ്റം ഉണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുന്നത് എങ്ങനെയാണ്, സെയിൽസ് മൈനസ് സെയിൽസിൽ നിന്ന് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ എമൗണ്ട് കിട്ടും. സെയിൽസ് 4 lakh ആണ്. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എത്രയാണ്, 10% ആണ്. ഇപ്പോൾ 4 lakh നിന്നും 10% കുറച്ച് കഴിഞ്ഞാൽ 3,60,000 എന്ന് കിട്ടും. ഇതാണ് എന്ത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ 3,60,000 ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് അല്ലെങ്കിൽ ആവറേജ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ 55,000 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ കിട്ടും, 6.5 ടൈംസ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 18ാമത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എൻ്റർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ദി ജേണൽ ഓഫ് ഖാൻ എന്നുള്ളതാണ്. 2025 August 1 ഖാൻ സ്റ്റാർട്ടഡ് ഹിസ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ഓഫ് ₹1,50,000. Purchased furniture 10,000. Purchased goods for cash from Shah 20,000. Opened a bank account with the State Bank of India 60,000. Purchased goods from Rohit on credit 25,000. Sold goods for cash 30,000. പെയ്ഡ് റെൻറ്റ് 2,000, വിഡ്രോ ഫ്രം ബാങ്ക് 12,000. ഇത്രയുമാണ് തന്നത്. അപ്പോൾ ഇതിന് ജേണൽ എൻട്രി നമ്മൾ പാസ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ജസ്റ്റ് ഒന്നാമത്തെ എന്താണ് വരുന്നത്, ബിസിനസ്സിനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റലാണ്. ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നു, അസറ്റ് കൂടുന്നു. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. 1,50,000 ഡെബിറ്റിലും ക്രെഡിറ്റിലും വരുന്നു. ഇനി രണ്ടാമത്തെ എന്താണ്, ഫർണിച്ചർ പർച്ചേസ്ഡ് ആണ്. ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ് ആണ്. ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് ആണ്. അസറ്റിന്റെ വാല്യൂ കൂടുന്നു, അപ്പോൾ അതിന് ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് കൊടുക്കുകയാണ്, ക്യാഷ് കുറയുന്നു. ക്യാഷ് ഡിക്രീസ് ചെയ്യുന്നു, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. പർച്ചേസ് അക്കൗണ്ട് ടു എന്ത് വരും, ക്യാഷ് എന്ന് വരും. അതായത് ഇവിടെ മൂന്നാമത്തേൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് ഫ്രം ഷാ എന്നുണ്ട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടെ എന്താണ് ക്യാഷ് എന്ന് പറഞ്ഞതുകൊണ്ട് ക്യാഷിനാണ് പർച്ചേസ് ചെയ്യുന്നത്. 10,000 വരും, 20,000 വരും. ദെൻ അടുത്ത ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതായിരുന്നു ട്രാൻസാക്ഷൻ. ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് എന്ന് വരും. ബാങ്ക് കൂടുന്നു, അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അതിന് ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് കുറയുന്നു, ക്യാഷ് ഡിക്രീസ് ചെയ്യുന്നു, അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രോഹിത് എന്നുള്ളത് പർച്ചേസ് അക്കൗണ്ട് ടു രോഹിത് 25,000 വരും. ദെൻ നെക്സ്റ്റ് ക്യാഷ് സെയിൽസ് ആയിരുന്നു. ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് 30,000 വരും. ദെൻ പെയ്ഡ് റെൻറ്റ് എന്നുള്ളതായിരുന്നു. റെൻറ്റ് അക്കൗണ്ട് ടു ക്യാഷ് 2,000 വരും. ദെൻ നെക്സ്റ്റ് വന്നത് എന്തായിരുന്നു, വിഡ്രോ ഫ്രം ബാങ്ക് ആയിരുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക്
ക്യാഷ് ഇൻക്രീസ് ചെയ്തു, അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ബാങ്ക് ബാലൻസ് കുറഞ്ഞു, അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ ജേണൽ എൻട്രി പാസ് ചെയ്യുന്നത്. ഞാൻ സ്പീഡിൽ പോയത്, നേരത്തെ നമ്മൾ ഓൾറെഡി ജേണൽ എൻട്രി ഒക്കെ കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക സംശയമുള്ളവർ. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദി ഫോളോയിങ് ബാലൻസ് പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000, പർച്ചേസ് 78,000, carriage inward 2,500, salaries 30,000, then commission paid 10,000, wages 11,000, rent and taxes 2,800, repair 5,000, telephone expenses 1,400, sundry expenses 2,500, legal charges 1,500, debtors 30,000, investment 90,000, machinery 60,000, cash in hand 12,000, then drawings 18,000. The next വന്നത് സെയിൽസ് 2,28,000, ക്യാപിറ്റൽ 70,000, ഇൻട്രസ്റ്റ് 7,000, കമ്മീഷൻ റിസീവ്ഡ് 8,000, ക്രെഡിറ്റേഴ്സ് 28,000, ബിൽസ് പേബിൾ 23,700. ഓക്കെ, അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 22,000. ഇത്രയുമാണ് ക്വസ്റ്റനിൽ തന്നത്. ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യുന്നു. ട്രേഡിംഗ് അക്കൗണ്ടിൽ ആദ്യം കാണിക്കുന്നത് എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അതിനെ കാണിക്കുന്നു. 78,000 ആണ് പർച്ചേസ്, അതിനെ കാണിക്കുന്നു. എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളും ഇവിടെ നമ്മുടെ ക്വസ്റ്റനിൽ കേരേജ് ഇൻവേർഡും വേജസുമാണ് വരുന്നത്. 2,500 കേരേജ് ഇൻവേർഡ്, വേജസ് 11,000. ഇനി ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് കാണിക്കുന്നു. 2,28,000 ആണ് സെയിൽസ് വരുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് 22,000 ആണ്. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 2,50,000 കിട്ടും. രണ്ട് സൈഡും ടോട്ടലി 2,50,000 കാണിക്കുന്നു. ദെൻ ഈ 2,50,000 ഡെബിറ്റ് സൈഡിലെ എമൗണ്ടുകൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റിന്റെ എമൗണ്ട് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് എമൗണ്ട്, 1,48,500 ആണ് ഗ്രോസ് പ്രോഫിറ്റിന്റെ എമൗണ്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ഇതിന്റെ ബാലൻസ്, അതായത് ഗ്രോസ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് അക്കൗണ്ടിലേക്ക് എടുക്കുന്നു. ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് എടുക്കും. പ്രോഫിറ്റ് അക്കൗണ്ടിനെ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ 1,48,500 ചെയ്യുന്നു. ഇനി നമ്മുടെ ക്വസ്റ്റനിലുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയും, സാലറീസ്, കമ്മീഷൻ, റെന്റ്, ടാക്സസ്, റിപ്പയർ, ടെലിഫോൺ എക്സ്പെൻസ്, സൺട്രി എക്സ്പെൻസ്, ലീഗൽ ചാർജസ്, എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെയും ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. പിന്നെ ഇൻട്രസ്റ്റ്, അതേപോലെ കമ്മീഷൻ റിസീവ്ഡ് നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ തന്നിട്ടുണ്ട് ട്രയൽ ബാലൻസിൻ്റെ. അതെന്താണ്, ഇൻകം ആണ്. അത് നമ്മൾ നമ്മുടെ പ്രോഗ്രസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഇനി ടോട്ടൽ ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നത്, 1,63,500. അത് ഡെബിറ്റ് സൈഡിലും കാണിക്കുന്നു ടോട്ടലി. ദെൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ടോട്ടലിൽ നിന്നും എല്ലാ എമൗണ്ടും ഡെബിറ്റ് സൈഡിൽ എല്ലാ എമൗണ്ടും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 1,10,300 എന്ന് കിട്ടും. ഇതാണ് ഇത് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ദെൻ നെറ്റ് പ്രോഫിറ്റ് കണ്ടതിന് ശേഷം നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് വരുന്നു. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആദ്യം നമ്മൾ ക്യാപിറ്റൽ ചെയ്യുന്നു, 70,000 ആണ്. നെറ്റ് പ്രോഫിറ്റിനെ ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് ഡ്രോയിങ്സിനെ ലെസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 1,62,300 എന്ന് കിട്ടും. ഇനി നമ്മുടെ ക്വസ്റ്റനിലെ എല്ലാ ലാബിലിറ്റികളും എടുത്തിരുന്നു. ബിൽസ് പേബിൾ 3,700, ക്രെഡിറ്റേഴ്സ് 28,000. ദെൻ ഇനി എല്ലാ അസറ്റുകളെയും അസറ്റ് സൈഡിലായിരുന്നു. ഡെപ്റ്റേഴ്സ് 30,000, ക്യാഷ് ഇൻ ഹാൻഡ് 12,000, മെഷീനറി 60,000, ഇൻവെസ്റ്റ്മെൻറ്റ് 90,000, സ്റ്റോക്ക് 22,000. ഇപ്പോൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2,14,000 എന്ന് ടോട്ടൽ എമൗണ്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇത്രയുമാണ് 2025 കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്ന പേപ്പറിൽ ഫസ്റ്റ് ഷിഫ്റ്റിൽ വന്ന ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി രണ്ടാമത്തെ ഷിഫ്റ്റ് എക്സാം നടക്കാനിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.